മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. യെസ്, ഓക്കെ. അപ്പോ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. മൈ നെയിം ഈസ് ജോ കേട്ടോ. പേര് ജോബ് എന്നാണ്. യെസ്, പേര് ജോബ് എന്നാണ്. ഇംഗ്ലീഷ് എടുക്കുന്നത് ഞാനാണ്. മൈ നെയിം ഈസ് ജോ. ഓക്കെ. അപ്പോ ഇംഗ്ലീഷിന് കുറച്ചു പേർക്ക് ഭയമുള്ള ആൾക്കാരുണ്ടാവും, കുറച്ചു പേർക്ക് ഭയമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ ആദ്യമേ തന്നെ ഞാൻ പറയുന്നു, ദിസ് ഈസ് എ ടെൻഷൻ ഫ്രീ ക്ലാസ്. ഇത് നമുക്ക് ടെൻഷൻ ഒന്നും ഇല്ലാതെ പഠിക്കുന്ന ഒരു ക്ലാസ്സാണ് ഈ ഇംഗ്ലീഷ് ക്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ടെൻഷൻ നിങ്ങൾ അതൊക്കെ ഇങ്ങോട്ട് മറന്നേക്കാം. നിങ്ങൾക്ക് ഒന്നും അറിയാൻ പാടില്ലെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു ടെൻഷനും വേണ്ട. ഇനിയുള്ള 10 മാസ കാലഘട്ടത്തിനുള്ളിൽ നമുക്ക് ഇംഗ്ലീഷിനെ കുറച്ച് അടുത്തറിയാൻ വേണ്ടി ശ്രമിക്കും. ഇതിനു മുമ്പ് നിങ്ങൾ പഠിച്ചതുപോലെയോ അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കൊന്നും നമുക്ക് ഉപയോഗിക്കേണ്ട. നമുക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള സംഗതികളെ കൂടി ചിന്തിച്ച് ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകും. യെസ്, അപ്പൊ എല്ലാവരും ഒന്ന് ടെൻഷൻ ഫ്രീ ആയിട്ടിരുന്നേ. ടെൻഷനൊക്കെ കളഞ്ഞല്ല, നല്ല ഉത്തരാക്കിയിരിക്കുന്ന പോലെ ചിരിച്ചുകൊണ്ടിരിക്കുക. യെസ്, വളരെ ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തിരിക്കുക. യെസ്, ഓക്കെ. യെസ്, റിലാക്സ് ചെയ്യും. സോ അപ്പോ ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ്. കാരണം നിങ്ങൾ ആരാവുന്നത്? ടീച്ചറാവുന്നത്. മുമ്പ് അങ്ങനെയല്ല. മുമ്പ് നമുക്കത് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായെങ്കിലും പോന്നാൽ മതി. അപ്പൊ ഇനി നമ്മൾ പഠിക്കുന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമല്ല, അറിവിനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ഈ ക്ലാസ്സിനെ കരുതാം. ഇനിയുള്ള നിങ്ങൾ പഠിക്കുന്ന എല്ലാത്തിനെയും എങ്ങനെ കരുതാം? വി ആർ സ്റ്റഡിയിങ് ഇറ്റ് നോട്ട് ഫോർ യു ബട്ട് ഫോർ അതേഴ്സ് ആൾസോ. മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയിട്ടാണ്. അപ്പൊ റിലാക്സ് ചെയ്തിരിക്കുന്നു, ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുന്നു. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞ് നല്ല ഫ്രീ ആയിട്ടിരിക്കും, റിലാക്സ് ചെയ്തിരിക്കും. ഓക്കെ. അപ്പൊ ഞാൻ ഇപ്പൊ കുറച്ചുപേര് വൈകി വന്നതിനോട് പറയാണ്, എന്റെ പേര് ജോബ് എന്നാണ്. ഇംഗ്ലീഷിൽ ഇനിയുള്ള ക്ലാസ്സിൽ ആഴ്ചയിൽ 2 ദിവസം നമ്മൾ തമ്മിൽ കാണും. ആ സമയത്ത് നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. യെസ്, അപ്പൊ എനിക്ക് എല്ലാവരും ഒന്നും പരിചയപ്പെടാനായിട്ട് ഇപ്പൊ പറ്റില്ല. എന്നിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കുക. യെസ്, അപ്പോ ആദിത്യ ജിഷ മൈക്ക് ഓണാക്കി. യെസ്, ഞാൻ വിചാരിച്ചു ആദ്യമായിട്ട് ഒരാളെ വിളിച്ചപ്പോൾ വന്നില്ലെങ്കിൽ ഐശ്വര്യയുടെ ആയിരുന്നു. അപ്പൊ അത് കറക്റ്റാണ്. ഐശ്വര്യമായിട്ട് ആദ്യം തുടങ്ങി. ആദിത്യ, ഹൗ ആർ യു? Fine, sir. Very good. Oh, very good. Aditya, what is your ambition in your life? ജീവിതത്തിൽ ആദിത്യയുടെ ആഗ്രഹം എന്താ? What is your ambition in your life? ജീവിതത്തിൽ ആദിത്യക്കുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ എന്താവണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഒരു ആഗ്രഹം. കറന്റ്ലി എനിക്ക് ഒരു ടീച്ചർ ആവണമെന്നാണ് ആഗ്രഹം. Okay, you want to become a teacher. Yes. Okay, very good ambition. So what is the reason behind your ambition? ഈ ആദിത്യയുടെ ഈ ആഗ്രഹത്തിന് പിന്നിലൊരു കാരണം ഉണ്ടാകും. എന്തായിരിക്കും ആ കാരണം? എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. Oh, you like students very much. Very good ആദിത്യ, very good. അപ്പൊ ആദിത്യക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ആദിത്യ ടീച്ചർ ആവാൻ വേണ്ടി ആഗ്രഹിച്ചത്. Let me ask you one more question. Who is your favorite teacher? നിങ്ങളെ LP സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർമാരുണ്ട്, UP സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർമാരുണ്ട്, ഹൈസ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർമാരുണ്ട്. ഈവൻ നൗ എപ്പോഴെങ്കിലും ഇഷ്ടമുള്ള ടീച്ചറിനെ ഓർത്തിരുന്നില്ലേ? Who is your favorite teacher? എന്നെ ഫിസിക്സ് പഠിപ്പിച്ച വർണ്ണലത എന്ന് പറയുന്ന ടീച്ചർ. ഫിസിക്സ് പഠിപ്പിച്ച ടീച്ചറാണ് വർണ്ണലത. അതെ. ഓ, വെരി ഗുഡ്. അപ്പൊ ആ ടീച്ചറിന്റെ അച്ഛനെ നമ്മളിവിടെ അഭിനന്ദിക്കണം. കാരണം ഇത്രയും നല്ല പേര് ഇട്ടില്ല, വർണ്ണലത.
ടീച്ചറിന്റെ അല്ല, ടീച്ചറിന്റെ മാതാപിതാക്കന്മാർ ഇത്തരത്തിലുള്ള കലാകാരനായിട്ടുള്ള മാതാപിതാക്കന്മാരായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ പേര്. ഓക്കെ, സോ ആദിത്യ, യു ടോൾഡ് ദാറ്റ് വർണ്ണലത ഈസ് യുവർ ഫേവറേറ്റ് ടീച്ചർ. Yes, sir. ഓക്കെ, അപ്പോ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കണം ആദിത്യ. വാട്ട് ഈസ് ദ ക്വാളിറ്റി ദാറ്റ് യു ഹാവ് സീൻ ഇൻ വർണ്ണലത ടീച്ചർ? ആദിത്യ, ഈ വർണ്ണലത ടീച്ചർ കണ്ട ഏറ്റവും വലിയൊരു ഗുണം ഏതാണ്? അല്ലെങ്കിൽ എന്താണ് ആദിത്യനെ വർണ്ണലത ടീച്ചറിലേക്ക് അടുപ്പിച്ച കേസ്? ഒന്നാമതായിട്ട് ടീച്ചർക്ക് നല്ല പേഷ്യന്റ് ഉണ്ട്, നമ്മൾ പിന്നെ എല്ലാ കുട്ടികളെ ഒരേപോലെ കാണുന്നത്, വേർതിരിച്ചുള്ള ഒരു ഇതിൽ. അപ്പൊ ദീസ് ആർ ദ ടു ക്വാളിറ്റീസ് ദാറ്റ് ഇൻസ്പയർഡ് യു അല്ലേ? ഈ രണ്ട് ഗുണങ്ങളാണ് ആദിത്യയെ ടീച്ചറിലേക്ക് അടുപ്പിച്ചത് അല്ലേ? യെസ്. ഞാനൊരു ഇമാജിനറി സിറ്റുവേഷൻ പറയാം. സപ്പോസ് ആദിത്യ ഒരു ടീച്ചറായി കഴിഞ്ഞാൽ whom you will adopt as your role model? അല്ല, who will be your role model? പഠിപ്പിക്കുന്ന കാര്യത്തില് ആദിത്യയുടെ റോൾ മോഡൽ ആരായിരിക്കും? ടീച്ചേഴ്സ്. ഈ ടീച്ചറായിരിക്കും. അതെ. യെസ്. ഞാൻ ഇനി ഒരെണ്ണം ഗസ്റ്റ് ചെയ്ത് പറയും. ആദിത്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഫിസിക്സ് അല്ലേ? യെസ്. ഞാൻ പറഞ്ഞോണ്ടിരിക്കേ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഓക്കെ ആദിത്യ, വെരി ഗുഡ്, വെരി ഗുഡ്. ആദിത്യ, എവിടെന്നാ വരുന്നത്? എന്റെ പത്തനംതിട്ട, അടൂർ. പത്തനംതിട്ട. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. സോ വി വിൽ മീറ്റ് അഗൈൻ. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. അപ്പൊ ഇവിടെ ആദിത്യ പറഞ്ഞു ആദിത്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വർണ്ണലത ടീച്ചറാണ്. അതുകൊണ്ട് തന്നെ ആദിത്യക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വിഷയം എന്തായിരിക്കും? ഞാൻ പറഞ്ഞത് കറണ്ട് ഫിസിക്സ്. ഇങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങളോടുള്ള ഇഷ്ടമാണ് ആ വിഷയത്തിലേക്കുള്ള ഇഷ്ടമായിട്ട് മാറും. ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഷയമായിട്ട് മാറിയിട്ടുള്ള ആ വിഷയങ്ങൾ, ആ വിഷയം ഇഷ്ടപ്പെടാൻ കാരണം ആ ടീച്ചറിനോടുള്ള ഇഷ്ടം കൂടെ അല്ലേ? കറക്റ്റാണ്. എത്രയോ വിഷയങ്ങൾ ആ ടീച്ചറിനോടുള്ള ദേഷ്യം കൊണ്ട് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കറക്റ്റ് അല്ലേ? അപ്പൊ ഇന്ന് നിങ്ങളൊരു തീരുമാനമെടുക്കുക. ഭാവിയിലെ അധ്യാപികമാരായിട്ടുള്ള നിങ്ങൾ തീരുമാനമെടുക്കുക. യെസ്, ഞാൻ പഠിപ്പിക്കുന്ന വിഷയം എന്റെ കുട്ടികൾ ഇഷ്ടപ്പെടും, എന്നെ കുട്ടികൾ സ്നേഹിക്കും, എന്നോടുള്ള സ്നേഹം എന്റെ വിഷയത്തിലോട്ടുള്ള സ്നേഹമായിട്ട് ഞാൻ മാറ്റും. തീരുമാനിച്ചോ മനസ്സിൽ? യെസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഉത്തരയുടെ നാട് എവിടെയാണ്? ഉത്തര മൈക്കോണാക്കോ? മൈക്കോണാക്കില്ല. മാവേലിക്കര. യെസ്. ഓക്കെ, ഓക്കെ. അപ്പൊ ഉത്തര, യു ആർ ഫ്രം മാവേലിക്കര. വെരി ഗുഡ്, വെരി ഗുഡ്. സോ ഉത്തര, which is your favorite color? Black. Black is your favorite color. So why did you select black as your favorite color? എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നു? ബ്ലാക്ക് ഒരു ദുഃഖത്തിന്റെ കളറായിട്ടല്ലോ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് ബ്ലാക്ക് എടുത്തത്? ചോദിച്ചപ്പോ പറയാനായിട്ട് എളുപ്പം കിട്ടി വരുന്നത്, അതുകൊണ്ട് പറഞ്ഞതാണ്. യെസ്. ഓക്കെ, വെരി ഗുഡ്, വെരി. അപ്പൊ ഉത്തര, ഞാനൊരു വാചകം വെറുതെ പറയരുത്, ചുമ്മാ. ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് മാവേലിക്കരയിൽ വെച്ച് ഒരു പാമ്പിനെ വടികൊണ്ടടിച്ചു കൊന്നു. ജസ്റ്റ് ഒരു വാചകം പറയരുത്. ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് മാവേലിക്കരയിൽ വെച്ച് ഒരു പാമ്പിനെ വടികൊണ്ട് അടിച്ച് കൊന്നു. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ വാചകം ഉത്തരക്ക് ഇംഗ്ലീഷിൽ ഇങ്ങോട്ട് പറയാൻ പറ്റും. തെറ്റിയാലും കുഴപ്പമില്ല, തെറ്റേ പറയാവൂ, ശരി പറയാൻ പാടില്ല. അതാണ് സംഭവം. ഇതാണ്, ഞാൻ ഇന്നലെ രാവിലെ 10 മണിക്ക് മാവേലിക്കരയിൽ വെച്ച് ഒരു പാമ്പിനെ വടികൊണ്ട് അടിച്ചു കൊന്നു. മാവേലിക്കര എന്നുള്ളൊരു മാവേലിക്കര, പാമ്പ് എന്നുള്ളതിന് സ്നേക്ക്, കൊന്നു എന്നുള്ളതിന് കിൽഡ്, ഇന്നലെ എന്നുള്ളതിന് എസ്റ്റർഡേ, എല്ലാം ഉണ്ട്. ഏതാണ്ട് അറിയാൻ പാടാത്ത വാക്കൊന്നുമില്ലേ? എല്ലാ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് അറിയാൻ പാടാത്ത വാക്കുണ്ടെങ്കിൽ ചോദിച്ചു നമുക്ക് പറയാം. തെറ്റിയാലും കുഴപ്പമില്ല. ഇനി നിങ്ങൾ ഈ ചമ്മുക എന്ന് പറയുന്ന ആ സംഗതികൾ വിട്ടേക്കേണ്ട. കാരണം നമ്മൾ ഇതേപോലെ പല പല സമയങ്ങളിൽ ഞാൻ പറഞ്ഞ തെറ്റാവെന്ന് പറഞ്ഞിരുന്നിട്ട് പല അവസരങ്ങളും നമുക്ക് നഷ്ടപ്പെടണം.
ഒരു പക്ഷേ നമ്മുടെ ക്വാളിറ്റിയും നമ്മുടെ പേഴ്സണാലിറ്റിയും ഇതിലും കൂടുതൽ വികസിച്ചേനെ. എങ്ങനെയായിരുന്നെങ്കിൽ അന്ന് നമ്മൾ ചമ്മുക എന്ന് പറയുന്നത് എനിക്കൊരു വിഷയമല്ല, ഞാൻ പറയാനുള്ളത് പറയും, അങ്ങനെ നമ്മൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ നമുക്കൊരു പക്ഷേ നമ്മുടെ പേഴ്സണാലിറ്റി ഇതിലും കൂടുതൽ ഡെവലപ്പ് ചെയ്തത്. ശരിയല്ലേ? പല അവസരങ്ങൾ വന്നപ്പോ ഞാൻ അതിന് സൂട്ടാവില്ല എന്ന് വിചാരിച്ച് നമ്മൾ മാറിയത് കൊടുത്തില്ലേ. അപ്പൊ ഇനി നമുക്ക് മാറാൻ സമയമില്ല, കാരണം നമ്മൾ ലാസ്റ്റ് ബസ് കയറിയേക്കാണ്. ഇനി ഒരു ബസ് തേടി വരാനില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരു ഫാമിലിയാണ്. ഈ 40 പേരെന്ന് പറഞ്ഞാല് യു ആർ ജസ്റ്റ് ലൈക്ക് എ ഫാമിലി. നിങ്ങൾ അവിടെ ധൈര്യമായിട്ട് പറഞ്ഞു ഇന്നതാണ് ആ വിഷയം, ഇന്നതാണ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പറയും. മമ്മീനിക്കറിയാൻ വെച്ചാൽ ഇന്നലെ രാവിലെ 10 മണിക്ക് ഞാനൊരു പാമ്പിനെ വടി കൊണ്ടടിച്ച് ഓരോരുത്തരും മനസ്സിലൊന്ന് വിചാരിച്ചു വെച്ചോട്ടോ, ഞാൻ വരാം. Yesterday, 10 a.m. At 10 a.m. Killed a snake. അതാണ് ഉത്തരം പറയുന്നത്. യെസ്, ഓക്കെ. ഉത്തരം വെരി ഗുഡ്. ഓക്കെ. കുഴപ്പമില്ല. ഉത്തരം നമുക്ക് ഒരു മാർജിൻ കൊടുക്കണം, കാരണം ഉത്തരക്ക് ആലോചിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഡയറക്റ്റ് പെട്ടെന്ന് ചോദ്യം കിട്ടുകയും ഒന്ന് ആലോചിക്കാനുള്ള ഗ്യാപ്പ് ഉത്തരക്ക് കിട്ടാത്തതുകൊണ്ടാണ് എന്റെ പ്രശ്നം. ഓക്കെ, ഉത്തരം എന്നാലും ഉത്തരത്തിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. നോ പ്രോബ്ലം. യെസ്, നവ്യ PB. നവ്യ. യെസ്, നവ്യന് കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് വരാം. ജിസ്ബിൻ. Yes, sir. How are you, Gisbin? I'm good, sir. Yes, very good. Where are you from, Gisbin? Chambukulam, Alappuzha. Yes, okay. Very good. ഞാൻ ഈ ഇതിന്റെ ഉത്തരം അവിടെ നിൽക്കട്ടെ. ഞാൻ വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. വാട്ട് ഈസ് യുവർ ഫീലിംഗ്സ് അബൌട്ട് ആലപ്പുഴ ഡിസ്ട്രിക്ട്? ആലപ്പുഴ ഡിസ്ട്രിക്റ്റിനെ കുറിച്ചുള്ള ജിസ്ബിന്റെ അഭിപ്രായം പറയും. It's a beautiful place, and I love my place very much. Yes. Living here is very lucky. Actually, when we live here, we feel that we want to go to other places and to watch other sceneries. But I feel that I want to live this place, and I want to visit all the places in Alappuzha and want to explore more. Yes, okay. Alappuzha is considered to be the land of backwaters. Am I right? Yes, sir. Yes, very good. Yes, okay, Gisbin. നമ്മൾ നേരത്തെ പറഞ്ഞ ആ വാചകത്തിൽ മാവേലിക്കലൊന്നും മാറ്റിയിട്ട് ആലപ്പുഴ നൽകിക്കും. Okay. Yesterday at 10 a.m., I killed a snake in Alappuzha by beating with a stick. Yes, okay, Gisbin അവിടെ നിൽക്കട്ടെ. ഓക്കെ, നമുക്ക് അതിന്റെ മറ്റു വിഷയങ്ങളിലേക്ക് അത് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, വെരി ഗുഡ്. Thank you. അഞ്ജലി. Yes. Yes, sir. നിങ്ങൾ പേടിച്ച് അഞ്ജലി നല്ല എക്കോ ഓക്കെ. പേടിച്ച് മാറിയുടെ കാര്യം ധൈര്യമായിട്ട് വിളിക്കുന്നില്ല. അഞ്ജലിയുടെ മൈക്ക് ഓൺ ആക്കുമ്പോൾ നല്ല എക്കോ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് റെഡിയാക്കുന്ന സമയത്തിനുള്ളിൽ നമുക്ക് അടുത്ത ആൾ വിളിക്കാം. ഷാജി PM. Yes. Said. Yes. Sheni Roji. Yes, sir. Okay, Sheni only chichotake varunnu. Sheni, how are you, Sheni? Fine, sir. Very good. Where are you from, Sheni? I am from Thrissur. Oh, very good. Thrissur എവിടെയാണ്? Thrissur, Anandapuram. Yes. Iringarakkoda. Okay. അവിടെയാണ് അല്ലേ? Very good. Okay. Yes. Presently, what you are doing? ഇപ്പൊ എന്താണ് ഷെനി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ക്ലാസ്സിലാണ്, അതല്ല അല്ലാതെ എന്താ ചെയ്യുന്നത്?
ഞാൻ ഒന്നും ചെയ്തില്ല വീട്ടില്. ചെറിയ കുട്ടികളാണ്, അപ്പൊ അവരെ നോക്കണം. അവിടെയൊക്കെ നോക്കി ഹൗസ് മേക്കറായിട്ട് ഇരിക്കുകയാണ് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. ഇതല്ലേ അപ്പൊ ഇപ്പൊ പറഞ്ഞ ബാലയായിട്ടുള്ള ശേഷി. അപ്പോ ഞാൻ തൃശ്ശൂരിൽ വെച്ച് നയിക്കുമ്പോ മാവേലിക്കരയിൽ ആലപ്പുഴ വന്നു, ഇനി തൃശ്ശൂരിൽ വെച്ച് ഇന്നലെ രാവിലെ 10 മണിക്ക് ഒരു പാമ്പിനെ വെടികൊണ്ട് എലികൊന്നു. യെസ്, ഇംഗ്ലീഷ് പറഞ്ഞ. Yesterday, I killed a snake in Thrissur at 10 a.m. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ഞാൻ ആ വിഷയത്തോട്ട് പോകുന്നില്ല, ആ വിഷയം ബേസ് ചെയ്തിട്ട് ഞാൻ പറയുന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഓക്കെ, ജിതിൻ യു ടോൾഡ് ഇറ്റ് ആൻഡ് ഷെനി യു ഓൾസോ. യെസ്, ഉത്തര യു ഓൾസോ. യെസ്. അപ്പൊ ഞാനിത് കുറച്ച് പേർക്ക് എഴുതിയൊക്കെ റെഡിയാക്കി മനസ്സിൽ ഫീഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവരോട് പറയുന്നു, ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് എഴുതുമ്പോൾ നമുക്ക് ഇതിനകത്ത് നല്ല ഇംഗ്ലീഷ് അറിയാവുന്നവരുണ്ടാവാം, കുറച്ചറിയാൻ പാടുള്ളവരുണ്ടാവാം, തീരെ അറിയാൻ പാടില്ലാത്തവരുണ്ടാവാം. അപ്പൊ എല്ലാവരെയും നമുക്ക് എന്ത് ചെയ്യണം? ഒരുമിച്ച് കൊണ്ടുപോകണം. യെസ്, കാരണം വളരെ ഗ്യാപ്പിന് ശേഷം ചിലപ്പോൾ ഇംഗ്ലീഷൊക്കെ എടുത്ത് രണ്ടാമത് പഠിച്ചു കൊടുക്കുന്നവരുണ്ടാവാം, പണ്ട് പഠിച്ചതൊക്കെ മറന്നു പോയിട്ടുള്ളവരുണ്ടാകും. അപ്പൊ എല്ലാവരെയും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത്, അതാണ് നമുക്ക് വേണ്ടത്. അത് എല്ലാവരും ഒന്ന് ഉൾക്കൊള്ളണമെന്ന് പറയണം. അപ്പൊ അവരെയും കൂടി നമുക്ക് എന്ത് ചെയ്യണം? കൂടെ കൂട്ടണം അല്ലെ? ഒരാൾ അടിയേറ്റ് കിടന്നാൽ നീ അവിടെ കിടന്നോ എന്ന് പറഞ്ഞിട്ട് പോകുന്നതല്ല, ആ അടിയേറ്റ് കിടക്കുന്നവനെ ഒരു കൈ കൊടുത്ത് എഴുന്നേറ്റ് വാ എന്ന് പറഞ്ഞിട്ട് അവനെയും കൂടെ കൂട്ടുന്നിടത്താണ് നമ്മൾ മനുഷ്യത്വ സ്നേഹം എന്നൊക്കെ നമ്മൾ പറയും. യെസ്, അപ്പൊ നമുക്ക് പറയാം. അപ്പോ ഇത് തെറ്റി അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുകയില്ല എന്ന് ചിന്തിച്ചവർക്ക് ഞാൻ വേണ്ടി പറയുന്നു, ഇംഗ്ലീഷിൽ നമ്മളൊരു സെന്റൻസ് പറയുമ്പോൾ ആദ്യം നമ്മൾ അതിന്റെ സബ്ജക്റ്റ് പറയും. പിന്നെ നമ്മൾ പറയുന്നത് അയാൾ ചെയ്ത അല്ലെങ്കിൽ അവൾ ചെയ്ത ഒരു പ്രവൃത്തി എന്താണെന്ന് പറയും. പിന്നെ നമ്മൾ പറയുന്നത് എന്ത് പ്രവൃത്തിയാണ് ചെയ്തത്, അതാണ് മൂന്നാമത് പറയും. അതാണ് ഇംഗ്ലീഷും മലയാളവും തമ്മിൽ പറയുമ്പോഴുണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ള ഒരു വ്യത്യാസം. അപ്പൊ നിങ്ങൾക്കറിയാം, ഞാൻ മലയാളത്തിൽ പറയുമ്പോൾ ഞാൻ ചായ കുടിച്ചു എന്ന് പറയും. അപ്പൊ ഞാൻ എന്ന് പറയുന്ന വേർഡ് ആദ്യം വരും, ചായ എന്ന് പറഞ്ഞത് രണ്ടാമത് വരും, മൂന്നാമതാണ് കുടിച്ചു എന്ന് പറയും. പക്ഷെ ഇതേ സെന്റൻസ് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഈ ചായ എന്നുള്ള വാക്ക് മൂന്നാമതേ പറയാം. ഞാൻ കുടിച്ചു ചായ അങ്ങനെ പറയാം. ഐ ടീ ഡ്രാങ്ക് എന്നല്ല, ഐ ഡ്രാങ്ക് ടീ. അതാണ് കറക്റ്റ്. അതാണ് ഇംഗ്ലീഷും മലയാളവും തമ്മിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. യെസ്, അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. അപ്പൊ ഞാനല്ലേ പ്രവൃത്തി ചെയ്ത ആള്. അപ്പൊ ഞാൻ ചെയ്ത പ്രവൃത്തി എന്താണ്? കുടിച്ചു, ഡ്രാങ്ക്. അത് പ്രവൃത്തിയാണ്. ഇനി ചോദിക്കുക എന്ത് കുടിച്ചു? ചായ കുടിച്ചു. അത് മൂന്നാമതാ പറയാമോ? ഐ ഡ്രാങ്ക് ടീ. അപ്പൊ അത് ഞാൻ, അപ്പൊ നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയാം. ഞാൻ ചെയ്ത പ്രവൃത്തി, അതിന് നമുക്ക് എന്ത് പറയാം? വെർബ് എന്ന് പറയാം. ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ, അതിനെയാണ് നമ്മൾ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. അത് എപ്പോഴാണ് തന്നെ? മൂന്നാമതാണ് വരുന്നത്. യെസ്, അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചിന്തിക്കാം. ഞാൻ മാവേലിക്കരയിൽ വെച്ച് ഇന്നലെ രാവിലെ 10 മണിക്ക് ഒരു പാമ്പിനെ വടികൊണ്ടടിച്ചു. അപ്പൊ ഞാൻ കൊന്നു എന്ന് ആദ്യം പറയും. ഞാൻ ചെയ്ത പ്രവൃത്തി എന്താണ്? കൊന്നു. ഐ കിൽഡ്. ചോദിക്കുക എന്തിനെ കൊന്നു? ഒരു പാമ്പിനെ. എ സ്നേക്ക്. ഐ കിൽഡ് എ സ്നേക്ക്. അത്രയും വരെ കറക്റ്റായി. ഇനി അടുത്ത ചോദ്യം ചോദിക്കുക, എങ്ങനെ കൊന്നു? എങ്ങനെ എന്നുള്ളത് നമുക്ക് ഇംഗ്ലീഷിൽ പറയുമ്പോൾ മാനർ. എങ്ങനെ കൊന്നു? വടികൊണ്ടടിച്ച്, ബീറ്റിംഗ് വിത്ത് എ സ്റ്റിക്ക്. പിന്നെ ചോദിക്കുക എവിടെ വെച്ച് കൊന്നു? സ്ഥലം, പ്ലേസ്. അപ്പൊ പറയാണ് അറ്റ് മാവേലിക്കര. പിന്നെ ചോദിക്കുക എപ്പോൾ കൊന്നു? ഇന്നലെ രാവിലെ. യെസ്റ്റർഡേ മോർണിംഗ് അറ്റ് 10 o'clock. കണ്ടോ? അപ്പൊ ആദ്യം സബ്ജക്റ്റ്, പിന്നെ വെർബ്, പിന്നെ ഓബ്ജക്റ്റ്, പിന്നെ മാനർ, പിന്നെ പ്ലേസ്, പിന്നെ ടൈം. ഇത് ഇംഗ്ലീഷ് അറിയാവുന്നവരെ സംബന്ധിച്ച് പറയാൻ, അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ ഒരു ക്രമം നിങ്ങൾ മനസ്സിലും നിങ്ങൾ പാലിച്ചു വെക്കുക. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. ഒന്നുകൂടി ചുരുക്കി പറയുമ്പോൾ എസ്, വി, ഒ, എം,
SVOMPT. ഇത് നിങ്ങൾ മനസ്സിലൊന്ന് ഫീഡ് ചെയ്ത് വെച്ചേക്കാം. SVOMPT. സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. അപ്പൊ ഞാൻ പറയാം, സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ പ്രവൃത്തി ചെയ്ത ആള്, വെർബ് എന്ന് പറയുമ്പോൾ ചെയ്ത പ്രവൃത്തി, ഓബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം, മാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം, പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം, ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം, എപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം. ഈ ഉത്തരങ്ങൾ അങ്ങനെ നേരത്തെ പിടിച്ച് എഴുതി കഴിഞ്ഞാൽ അതെന്തായി, ഇംഗ്ലീഷ് കറക്റ്റായി. പിന്നെ നിങ്ങളൊന്നും കാണാതെ പഠിക്കാൻ പോകണ്ട. യെസ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇന്ന് നടന്ന സംഭവം നമുക്കൊന്ന് ആലോചിക്കാം. രാവിലെ നമ്മൾ എഴുന്നേറ്റത് എത്ര മണിക്കാണ്? 6 മണിക്കാണ്. അപ്പൊ നമ്മളൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ്. ഈ ഒരു ക്രമം, സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം, ഇതങ്ങോട്ട് മനസ്സിലങ്ങോട്ട് പതിപ്പിച്ച് വെച്ചോളൂ. ഇതല്ലാതെ പറയാട്ടോ, വരികളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് സെന്റൻസ് ഒക്കെ ഫ്രെയിം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നവർക്ക് വേണ്ടി ഈ ഒരു ക്രമം മനസ്സിലങ്ങോട്ട് ഫിക്സ് ചെയ്ത് വെക്കും. ഇനി അപ്പോ അങ്ങനെ നിങ്ങൾ അങ്ങനെ എഴുതി വരുമ്പോ പി എന്ന് പറയുന്ന ഉത്തരം വരും, പി ആണ് വിട്ടേക്കാം. എപ്പോൾ, ടൈം, ആൻസറിലേക്ക് അതങ്ങനെ വിട്ടേക്കാം, അടുത്ത് വിട്ടേക്കാം, അങ്ങനെ അങ്ങനെയാണ് പോകും. ഇപ്പൊ നമുക്ക് ഉദാഹരണം പറയാം. രാവിലെ 6 മണിക്ക് ഞാൻ എഴുന്നേറ്റു. അപ്പോ എഴുന്നേറ്റതാരാണ്? ഞാനല്ലേ, സബ്ജക്റ്റ് ആയി. ഞാൻ ചെയ്ത പ്രവൃത്തി എന്താണ്? എഴുന്നേറ്റു. അപ്പൊ ഗോട്ട് അപ്പ്. എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ ഇല്ല. പിന്നെ എന്താ, എങ്ങനെ എന്നുള്ളതിന് ആൻസർ ഇല്ല, എവിടെ എന്നുള്ളതിനില്ല, പിന്നെ ടൈം ഉണ്ട്, എപ്പോൾ. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ പറയാം, അറ്റ് 6 o'clock. കണ്ടോ? അപ്പൊ സെന്റൻസ് ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock. ഞാൻ 6 മണിക്ക് എഴുന്നേറ്റു. എന്നിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നു? ഞാൻ പല്ല് തേച്ചു. ഐ ബ്രഷ്ഡ് മൈ ടീത്ത്. കണ്ടോ? അപ്പോ എല്ലാ സെന്റൻസുകളും നമുക്ക് ഇങ്ങനെ പറയാം. അപ്പൊ ഇനി മുതൽ നിങ്ങൾ ചെയ്യേണ്ടത്, വൈകുന്നേരം അവിടെ കിടന്നിട്ട് നടക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ സ്വപ്നങ്ങളൊക്കെ ചിന്തിക്കുന്ന കൂട്ടത്തിൽ അന്ന് സംഭവിച്ച കാര്യങ്ങൾ നിങ്ങളൊന്ന് ഇംഗ്ലീഷിൽ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കാം. വേറെ ആരും കേൾപ്പിക്കണ്ട, മനസ്സിലൊന്ന് പറഞ്ഞു നോക്കാം. യെസ്. അപ്പൊ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കാം. അങ്ങനെ അങ്ങനെ ഇംഗ്ലീഷോട്ട് ആക്കി നോക്കും. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ സംഗതി ഹൃദയസ്ഥമാക്കി എടുക്കാൻ പറ്റുള്ളൂ. യെസ്. നമ്മുടെ മനസ്സിൽ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, അത് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് മനസ്സിൽ പറയും. യെസ്. അപ്പൊ അങ്ങനെ ഇതൊന്ന് ശ്രമിച്ചു നോക്കുക. ദാറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ടു യു. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരത്തിൽപ്പെടും. യെസ്. പിന്നെ ഞാനിപ്പോ 1-2 പേരോട് ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സംഗതി കൂടി പറയാം. നിങ്ങളുടെ മനസ്സിൽ ഐഡിയ ഒക്കെ ഉണ്ട്, പക്ഷെ അതിന് പറ്റിയ ആ വേര് കറക്റ്റ് ചെയ്ത് വന്നില്ല ചില കുറച്ച് പേർ. അപ്പൊ നമ്മൾ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ കയ്യിൽ വൊക്കാബുലറി എന്ന് പറയും, ആ സംഖ്യയില്ല, വേർഡില്ല. അതിന്റെ കറക്റ്റ് ഇംഗ്ലീഷ് വേർഡ് എന്താണ് പറയേണ്ടത് നമുക്ക് അറിയാൻ പാടില്ല. അതാണ് അതിന്റെ ഒരു പ്രോബ്ലം. അതുകൊണ്ട് ഇപ്പൊ സമയം 11:57. ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. ഇന്ന് മുതൽ എല്ലാ ദിവസവും ഒരു പുതിയ ഇംഗ്ലീഷ് വാക്ക് നമ്മൾ പഠിക്കും. ഒരെണ്ണം, ഒരു വേർഡ്, ഇംഗ്ലീഷ് വേർഡ്, പുതിയ വേർഡ്, പരിചയമുള്ള വേർഡല്ല, പരിചയമില്ലാത്തൊരു പുതിയ വേർഡ് നമ്മൾ പഠിക്കും. 365 ദിവസം കൊണ്ട് 365 പുതിയ വാക്കുകൾ നിങ്ങൾ പഠിക്കും. യെസ്, അത് മതി. യെസ്, അത് നിങ്ങൾ തീരുമാനിക്കുക. ഇന്നു മുതൽ മരണം നമ്മളെ വേർപെടുത്തും വരെ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നു? ഒരു പുതിയ വാക്ക് വെച്ച് നമ്മൾ പഠിക്കും. ഇത് നിങ്ങൾ വേറൊരു കാര്യം കൂടി ചെയ്യാൻ, നിങ്ങളുടെ മക്കളെയും കൂടി പഠിപ്പിക്കും, അവരെ കൊണ്ടും കൂടി ചെയ്യിപ്പിക്കും. അപ്പൊ ഇപ്പൊ അവൻ 5-ലോ 6-ലോ പഠിക്കരുത്, അവൻ 10-ലാവുമ്പോ അവന്റെ കയ്യില് പുതിയ വാക്കുകളുടെ എണ്ണത്തിലേക്ക് വരും. യെസ്. അപ്പോ അവരെ കൂടി ഒന്ന് റെഡിയാക്കരുത്. നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി വന്നപ്പോഴേക്കും ഏജ് ഇത്തിരി കയറിപ്പോയി. ആ ഒരു കുറ്റം, ആ ഒരു ഫാൾട്ട് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കരുത് എന്ന് ചിന്തിക്കുക. യെസ്. പലപ്പോഴും നമുക്ക് സാധിക്കാൻ പറ്റാതെ പോയ ആഗ്രഹങ്ങൾ മക്കളിലൂടെ സാധിച്ചു കാണാൻ ആഗ്രഹിക്കാറില്ലേ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു വാക്ക് മക്കളെ പഠിപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചാൽ മതി. ഇടമാനെ നമുക്ക് ഇന്ന് പുതിയ വാക്ക് പഠിക്കും. അപ്പൊ ഇന്ന് പഠിച്ചു, നാളെ എന്ത് ചെയ്യുന്നു? വേറൊരു വാക്ക് പഠിക്കും. അപ്പോ
ഇന്നലത്തെ വാക്കൊന്ന് ഓർമ്മിച്ചേക്കാം. മതി. 360 ദിവസം കൊണ്ട് 360 ദിവസം. എങ്ങനെ തീരുമാനിച്ചോ? ഉറപ്പല്ലേ? പ്രിയ, ആർ യു ഓക്കെ? യെസ്. ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. സ്വപ്ന, ആർ യു ഓക്കെ? Yes, I am okay, sir. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഓക്കെ. അപ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ടെൻഷനൊക്കെ അങ്ങനെ പോയില്ലേ? ഫ്രീ ആയില്ലേ? യെസ്. ഓക്കെ. ഇനി പോലെ റിലാക്സ് ചെയ്തിരിക്കും. അപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് ഞാനൊരു 5 വേർഡുകൾ പറയാം. 5 വേർഡ്. യെസ്. ഒരു ഗെയിമല്ല, ഗെയിം പോലെ. ആ വേർഡുകളൊന്നും ഞാൻ പറയുന്ന വേർഡുകൾ അടിയിലായിട്ട് എഴുതാം. ആദ്യത്തെ വേർഡ് ഫസ്റ്റ്, രണ്ടാമത്തെ വേർഡ് നെക്സ്റ്റ്, മൂന്നാമത്തെ വേർഡ് ദെൻ, അടുത്ത വേർഡ് ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യത്തെ വേർഡ് ഫസ്റ്റ്, അതിന്റെ അടിയിൽ നെക്സ്റ്റ്, നെക്സ്റ്റ്, അതിന്റെ അടിയിൽ then, then, അതിന്റെ അടിയിൽ at, after that, yes, അതിന്റെ അടിയിൽ finally, yes. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ഫസ്റ്റ്, നെക്സ്റ്റ്, then, after that, finally. ഓക്കെ, അത്ര വാക്കുകൾ എഴുതിയില്ലേ? യെസ്. ഓക്കെ. ഇനിയാണ് നമ്മുടെ ഒരു ചെറിയൊരു കാര്യം നമുക്ക് ചെയ്യാം. യെസ്. ഓക്കെ. അതിര നേരത്തെ ചെയ്തു വന്ന് ശരി വന്ന്. യെസ്. ഷംന നിജ, യെസ്. ഓക്കെ ഷംന. Good morning, sir. ഓക്കെ. ഗുഡ് മോർണിംഗ്. ഓക്കെ. യെസ്. അപ്പൊ ഷംന, ആദ്യത്തെ ഒരു ചെറിയൊരു കാര്യം ഞാൻ ഷംനോട് പറയുകയാണ്. അത് ചെയ്യാം. മ്യൂട്ട് ചെയ്തു പറഞ്ഞിട്ട് വന്നാൽ മതി. ഓക്കെ, മ്യൂട്ട് ചെയ്തു. യെസ്. ഈ വാചകം ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ, ആഫ്റ്റർ ദാറ്റ്, ഫൈനലി, ഈ 5 വേർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒരു 5 സെന്റൻസ് പറയും. 5 സെന്റൻസ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം പറയുന്ന വാചകത്തിലെ ഫസ്റ്റ് വേർഡ് ഫസ്റ്റ് എന്നായിരിക്കും. രണ്ടാമത് പറയുന്ന വാചകത്തിലെ ഫസ്റ്റ് വേർഡ് നെക്സ്റ്റ് എന്നായിരിക്കും. മൂന്നാമത് പറയുന്ന വാചകത്തിലെ ഫസ്റ്റ് വേർഡ് ദെൻ എന്നായിരിക്കും. നാലാമത് പറയുന്ന ഫസ്റ്റ് വാചകത്തിന്റെ ആദ്യത്തെ വേർഡ് ആഫ്റ്റർ ദാറ്റ് എന്നായിരിക്കണം. അഞ്ചാമത് പറയുന്ന വാചകത്തിലെ ഫസ്റ്റ് വേർഡ് ഫൈനലി എന്നായിരിക്കും. എന്ന് വെച്ചാല് എല്ലാ വാക്കിന്റെയും തുടക്കം ഇതായിരിക്കണം. അപ്പൊ വിചാരിക്കും ഇതെങ്ങനെയാ ചെയ്യാക്കാനാണ് വിചാരിക്കും. അത് പേടിക്കേണ്ട കാര്യമില്ല, നമുക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ 1-2 എക്സാമ്പിൾ പറയാം. നിങ്ങൾ അത് വെച്ചങ്ങോട്ട് ആരംഭിച്ചാൽ മതി. നിങ്ങളുടെ ജീവിതത്തിലോട്ടൊന്ന് നോക്കുക. ലുക്ക്, ഇന്ന് ചെയ്ത കാര്യം ഇപ്പൊ നമുക്ക് രാവിലെ പറയാം. നമുക്ക് വേണമെങ്കിൽ പറയാം, രാവിലെ ഞാൻ 6 മണിക്ക് എഴുന്നേറ്റു. ഓക്കെ, ഫസ്റ്റ് ഐ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock in the morning. കറക്റ്റ് ആയില്ലേ? ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? പല്ല് തേച്ചു. അപ്പൊ അത് പറയാം. നെക്സ്റ്റ് ഐ ബ്രഷ്ഡ് മൈ ടീത്ത്. ഞാൻ പല്ല് തേച്ചു. പിന്നെ അടുത്ത വാക്ക്, പിന്നെ ഒരു ചായ കുടിച്ചു. then I drank a cup of tea. ഞാൻ എന്ത് ചെയ്തു? ഒരു കപ്പ് ചായ കുടിച്ചു. അതിനുശേഷം ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? മൊബൈൽ ചെക്ക് ചെയ്തു. ഐ ചെക്ക്ഡ് ദ ഇമെയിൽസ്. അല്ലെങ്കിൽ വേണമെങ്കിൽ വേറെ ഇഷ്ടമുള്ളത്. ഐ ചെക്ക് ദ ഇമെയിൽസ്. അത് കഴിഞ്ഞതിന് ശേഷം ഫൈനലി ഐ വെന്റ് ടു ബാത്ത്. ഒടുവിൽ ഞാൻ കുളിക്കാൻ പോയി. അല്ലെങ്കിൽ ഫൈനലി ഐ സ്റ്റാർട്ടഡ് പ്രിപ്പയറിംഗ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ ആരംഭിച്ചു. കണ്ടോ? കറക്റ്റ് കാര്യങ്ങൾ പറയാം. യെസ്. നിങ്ങൾ ഇനി ഞാനിത് പറഞ്ഞു, നിങ്ങൾ ഇത് എടുക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തു. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ രസകരമായ ഒരു സംഭവം ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനെ ആദ്യമായിട്ട് കണ്ടത് എവിടെ വെച്ചായിരിക്കും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോമഡിയായ സംഭവങ്ങൾ ഉണ്ടാവില്ലേ? വേറെ എക്സാമ്പിൾ പറയാം. വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഫസ്റ്റ് ഐ കോറൽഡ് വിത്ത് ദ KCB മീറ്റർ റീഡർ. ഞാൻ എന്ത് ചെയ്തു? ഏറ്റവും ആദ്യം KCB മീറ്റർ റീഡറുമായിട്ട് തല്ലുപിടിച്ചു.
റീഡിങ് എടുക്കാൻ വന്നപ്പോൾ. നെക്സ്റ്റ് ഐ യൂസ് ടു ഹേറ്റ് ഹിം. പിന്നീട് ഞാൻ അവനെ വെറുക്കാൻ ആരംഭിച്ചു. Then we met at the office. പിന്നീട് ഞങ്ങൾ തമ്മിൽ KCB ഓഫീസിൽ വെച്ച് കണ്ടു. After that we became very good friends. അതിനുശേഷം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. Finally I became his wife. ഒടുവിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയായി. യെസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പ് ചായയാണ്. അപ്പൊ നിങ്ങൾക്ക് അത് പറയാം. ഫസ്റ്റ് സ്വിച്ച് ഓൺ ദ സ്റ്റവ്. ആദ്യം സ്വിച്ച് ഓൺ ചെയ്യുക. നെക്സ്റ്റ് പുട്ട് 2 glasses ഓഫ് വാട്ടർ. 2 ഗ്ലാസ് വെള്ളം വെക്കുക. ദെൻ പുട്ട് ടീ പൗഡർ, ചായപ്പൊടി ഇടുക. ആഫ്റ്റർ ദാറ്റ് ആഡ് മിൽക്ക്. അതിനുശേഷം പാലൊഴിക്കുക. ഫൈനലി ദ ടീ ഈസ് റെഡി. ഒടുവിൽ ചായ റെഡിയായി. നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ചായ ഉണ്ടാക്കുകയോ ഓംലെറ്റ് ഉണ്ടാക്കുക. അപ്പൊ നിങ്ങൾ പറയാ, ആദ്യം ഇഞ്ചി എടുക്കുക, പച്ചമുളക് എടുക്കുക, കട്ട് പിന്നെ മിക്സ് ചെയ്യുക. ഫൈനലി ദ ഓംലെറ്റ് ഈസ് റെഡി. നിങ്ങളുടെ ജീവിതത്തോട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രസകരമായിട്ടുള്ള സംഭവം ഉണ്ടാവും. ഈ 5 പേരുകൾ വെച്ച് നമുക്ക് പറയുന്നു. ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ, ആഫ്റ്റർ ദാറ്റ്, ഫൈനലി. അപ്പൊ ഞാൻ ആദ്യം പറയാൻ പറഞ്ഞത് ഷൈമയോടാണ്. ഷൈമേനേക്കാൾ മുമ്പ് റെഡിയായ നിങ്ങളോട് പറയട്ടെ. സാറേ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഇവിടെ നിങ്ങൾ ചമ്മുക എന്ന് പറയുന്ന വിഷയം വിട്ടേക്ക്. ഞാൻ പറയാം. ഓക്കെ ഹസീന, ഞാൻ വരുന്നുണ്ട് ഹസീനക്ക്. ആദ്യം തന്നെ ഹസീനയെ അഭിനന്ദിക്കുകയാണ് ഹസീനയുടെ ഈ ധൈര്യത്തിന്. കാരണം ഹസീനയുടെ കയ്യിലോട് ചിലപ്പോൾ മെഡിക്കൽ ആയിരിക്കും. ഹസീന ആദ്യം പറഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് വേറെ ആൾക്കാർ പോകുന്നറിയാം. അതുകൊണ്ടാണ് എന്നെ വിളിച്ചില്ലെങ്കിലും ഒന്ന് പേടിച്ചിട്ട് ഞാൻ ഫസ്റ്റ് കൈ നോക്കിയത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഹസീന, വേർ ആർ യു ഫ്രം? പാലക്കാട്. പാലക്കാട്. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. പാലക്കാട് ഈസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ? ഓക്കെ. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ധൈര്യത്തെ ഞാൻ ഹസീന ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു. തെറ്റുക എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളാണ് മറന്നേക്കുന്നത്. നിങ്ങൾ തെറ്റ് പറഞ്ഞാൽ മതി, ശരി പറയണ്ട. യെസ്, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. നോ പ്രോബ്ലം. അപ്പോ ഇനി നിങ്ങൾ വിദ്യാർത്ഥികളല്ല, യു ആർ ദ ഫാക്കൽറ്റീസ്. നിങ്ങൾ ഫാക്കൽറ്റീസ് ആണ്. അപ്പൊ ആ ഒരു ലെവലിലാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. യെസ്, ഓക്കെ ഹസീന, യു സ്റ്റാർട്ട്. അപ്പൊ ഹസീനയുടെ ഇൻസ്പിറേഷൻ എല്ലാവർക്കും ഉണ്ടാവണം കേട്ടോ. പറഞ്ഞോളൂ ഹസീന. First I wash vegetables. First I washed the vegetables. Very good. Next I cut the vegetable into small pieces. Next I cut the vegetable into small pieces. Okay. Then I cook vegetable. Yes. After that I added salt and spices into Yes. this. Finally I serve the vegetable to my Okay. son. Okay. I will പറയാം. Finally my sambar is ready. Okay. Very good. Very good. Very good. Okay, Hasina. രസകരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതുപോലെ നിങ്ങൾ നോക്കൂ. ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാവന സമ്പന്നയായിരിക്കും. യെസ്, നിങ്ങൾ പഠിപ്പിക്കാൻ ചെന്ന സ്കൂളിൽ ഒരുപാട് ടീച്ചർമാരുണ്ടാവാം. അപ്പൊ പക്ഷെ അവര് പറയണം ഐശ്വര്യ ടീച്ചർ വേറെ ലെവലാണ് കേട്ടോ, അല്ലെങ്കിൽ ഐശ്വര്യ ടീച്ചർ വേറെ ലെവലാണ് കേട്ടോ എന്ന് ആര് പറയണം? കുട്ടികൾ നമ്മളെ കുറിച്ച് പറയണം. നമ്മൾ ആരും കാണാത്ത വഴികളിലൂടെ പോണം എന്ന് പറഞ്ഞ പോലെ പോവുക. ഹസീന എന്താ പറഞ്ഞത്? സ്റ്റുഡൻസ് പറയണം എന്ന് പറയും. യെസ്, സ്റ്റുഡൻസ് നമ്മളെ കുറിച്ച് പറയണം. അത് കേൾക്കുമ്പോഴുള്ള നിങ്ങളുടെ സന്തോഷം ആലോചിച്ച് നോക്കി. ഞാനേ ഒരു ക്ലാസ്സില് ഇതേപോലെ ഒരു ക്ലാസ്സിൽ ചോദിച്ചു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചർ ഏതാണ്? അപ്പൊ ഇവിടെ ആദിത്യ പറഞ്ഞു ജവാഹർലാൽ ടീച്ചർ. ഒരു കുട്ടി പറഞ്ഞത്, ഞാൻ വേറെ ക്ലാസ്സിൽ ഒരു കുട്ടി പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ എന്നെ അങ്കമാലി പഠിപ്പിച്ച ടീച്ചറാണ്. അപ്പൊ ഇത് പറയുമ്പോ ആ കുട്ടിക്ക് 10-25 വയസ്സുണ്ട്. പക്ഷെ പറയുന്നത് എന്താണ്? ആ ടീച്ചർ എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് നേഴ്സിംഗ് സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറിന്റെ ഗുണമുള്ളത്. യെസ്, അപ്പോ ആ ലെവലിലോട്ട് നിങ്ങൾ എത്രയോ കുട്ടികളുടെ മനസ്സുകൾ നിങ്ങൾ ജീവിക്കും അല്ലേ? യെസ്, നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ടീച്ചറിന്റെ മനസ്സിൽ കൊണ്ടു നടക്കാറില്ലേ? യെസ്, എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങളെയും ഒരുപാട് ആളുകൾ ആസ് എ ടീച്ചർ മനസ്സിൽ കൊണ്ടു നടക്കും. ഓക്കെ ഹസീന, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. Who is coming next? അത് കഴിഞ്ഞിട്ട് ഓക്കെ സ്വപ്ന വരുമോ? Where are you from, Swapna? Tension. Sir, I am from Kottayam. You are from Kottayam. Oh,
അക്ഷര നഗരത്തിൽ നിന്നാണ് വരുന്നത് അല്ലേ? വെരി ഗുഡ്, വെരി അതെ അതെ. പറഞ്ഞോട്ടെ സാറേ? ഓക്കെ, വെരി മച്ച്. Okay. First, I got up at 6 o'clock. Next, I went to the kitchen. Then I made the tea and gave the husband. After Yes. that, I cooked the breakfast, rice and curries. Finally, I packed the tiffins for husband and children. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ രണ്ടുപേര് ഞാൻ ആദ്യം പറയിപ്പിച്ചത് ഷൈമക്കൊന്ന് ആലോചിക്കാനുള്ള സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഷൈമ പറഞ്ഞോളൂ. ഓക്കെ ഷൈമ, ആദ്യം തന്നെ പറയണ്ട. ഷൈമ എവിടെ നിന്ന് വരുന്നു, അവ കാര്യങ്ങളൊക്കെ പറയും. ഷൈമ, വേറെ ആർ യു ഫ്രം? I am from Trivandrum. തിരുവനന്തപുരം. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. First, I wake up early in the morning. Next, I got ready for school. Yes. Then I ate my breakfast. After that, I went to school with my friends. Finally, I returned home and rested. Okay, very good, very good, very good. Okay, okay. ഗോട്ടപ്പൊക്കെ വിട്ടോണ്ട് രണ്ടു പേരായില്ലേ പറഞ്ഞു. വേറെ വെറൈറ്റി പിടിച്ചു. യു ടേക്ക് സംതിങ് എൻറ്റയർലി ഡിഫറെന്റ്. യെസ്. ഓക്കെ, വിഷ്ണുരാജ് പറഞ്ഞോളൂ. ഞാൻ റെഡി ആയി കഴിഞ്ഞാൽ എന്നെ തമ്പൂട്ടോ ഞാൻ വിളിച്ചോളാം. വിഷ്ണുരാജ്, ആർ യു റെഡി? യെസ്. ഓക്കെ, അച്ചു. ഓക്കെ അച്ചു, ആർ യു റെഡി? Yes, sir. യെസ്, വെരി ഗുഡ്. ധൈര്യ സമയം പറയാം. അച്ഛന്റെ സംസാരത്തിലുണ്ട് ഒരു ധൈര്യം. അച്ചു, വേർ ആർ യു ഫ്രം? Kattapana. കട്ടപ്പന, ഇടുക്കി. Okay. Very good, very good, very good, very good. So, what is your feelings about your Idiki district? The land of spices, അല്ലേ? സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടാണ്. പറഞ്ഞോളൂ. First, I got up biryani. Next, cook with biryani rice wash. Yes. Then vegetable. Cut the vegetable. Cut Yes. the vegetable. After that, put in the chini chatti. Yes, put in the chili. നമ്മുടെ അച്ചുവിന്റെ പേര് പറയുന്ന ഉർവശി പറയുന്ന ഡയലോഗില്ലേ, പറഞ്ഞ പോലെ. ഓക്കെ, അതിനെ കുറിച്ച് ടെൻഷനേ വേണ്ട, നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നേ ഉള്ളൂ. എത്ര അതാ കടമെടുത്താണല്ലേ. യെസ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. Finally, the biryani is ready. Okay. Okay. Very good, very good, very good. Okay, very good, very good. Yes. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അച്ഛനോട് ചോദിക്കണം. അച്ചു, പറഞ്ഞു കഴിഞ്ഞപ്പോ തോന്നിയില്ലേ അടുത്ത പ്രാവശ്യത്തിനേക്കാളൊക്കെ അടിപൊളിയാക്കുന്നു? തോന്നില്ലേ? ഇത് മതി. ഈ ഒരു മനസ്സുണ്ടായാൽ മതി, ബാക്കിയൊന്നും തന്നെയാക്കരുത്. പിന്നെ ഞാനില്ലേ എന്ന് പറഞ്ഞ പോലെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇതിന് മനസ്സ്. അടുത്ത പ്രാവശ്യം ഇതിനേക്കാൾ കുറച്ചുകൂടി ബെറ്ററാണ്. ഹെൽപ്പ് ചെയ്താൽ മതി. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. കാരണം ഞാൻ ഇപ്പൊ പറയാൻ കാരണം ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ MT9 എന്ന് പറഞ്ഞ ബാച്ച് നിർത്തുന്ന ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ അവരോട് ചോദിച്ചു, എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ലാസ്റ്റ് ഇപ്പൊ 10 മാസമായിട്ട് നമ്മൾ പഠിക്കുന്നത്, ഇംഗ്ലീഷ് പഠിക്കുന്നത്. സത്യസന്ധമായിട്ട് പറയാം, വാട്ട് ഈസ് യുവർ ഫീലിങ്സ്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞൊരു കുട്ടി പറഞ്ഞൊരു വാചകം കൊണ്ട്, ഇപ്പൊ അച്ചു പറഞ്ഞ പോലെ അവിടെ കൊച്ചായിരുന്നു, പറഞ്ഞു, സാറേ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വാക്കും പറയാത്ത, അടുക്കളയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന, അടുക്കളക്ക് അപ്പുറത്തേക്ക് എനിക്കൊരു ലോകം ഉണ്ടെന്ന് പോലും അറിയാമായിരുന്നില്ല. അങ്ങനെ ഉള്ള ഒരാളായിരുന്നു ഞാൻ. ഞാൻ ഇപ്പൊ ഇങ്ങനെ നിന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷ് ക്ലാസ്സിന് കൊണ്ടുവന്നാ പറഞ്ഞു. യെസ്. ഹെൽപ്പ് ചെയ്താൽ മതി. ഞാൻ എന്താച്ചു, ഡോണ്ട് വറി. നിങ്ങൾ എല്ലാവരും ഒപ്പം ഞാനുണ്ട്. നിങ്ങൾ പകുതി മനസ്സിലാവും. നമുക്ക് ബാക്കി റെഡിയാക്കിയത്, ബാക്കി നമുക്ക് റെഡിയാക്കിയത്. ഓക്കെ 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 ഓക്കെ. നമ്മളെല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകും. അപ്പോ വെരി ഗുഡ്, വെരി ഗുഡ്. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. യെസ്. ഓക്കെ 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 ഓക്കെ. യെസ്. സരിത, ആർ യു റെഡി? Yes, sir. യെസ്. ഓക്കെ ഓക്കെ. സരിത 1-2 പ്രാവശ്യമായി ഓണായി വരുന്നത് ഞാൻ കണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. സരിത, വേർ ആർ യു ഫ്രം? കോഴിക്കോട്, വടകര. ഓ, നല്ല പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാരുടെ നാടാണ് കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? അപ്പൊ സരിതക്കും അങ്ങനെ കലാപരമായിട്ടുള്ള വല്ല വാസനയുണ്ടോ?
ഇങ്ങനെ ചെറുതായി കവിതയൊക്കെ എഴുതും. വേദിക്കട്ടെ ഏറ്റവും കയ്യിലിരിക്കുന്നത്. യെസ്, നമ്മൾ ഒരു ദിവസത്തെ നമ്മുടെ ഒരു ക്ലാസ്സിലെ നമ്മൾ പറയുന്ന സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. അത് ഇംഗ്ലീഷിൽ ഞാൻ പറയാം. കം ടു യു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രത്യേകത, നിങ്ങൾക്ക് വേണ്ടത് ഒരു ജോലിയാണ്. അപ്പൊ കുറെ പേരുടെ മനസ്സിലുണ്ടാവും ടു ബിക്കം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ്. എനിക്കും ഒരു സാമ്പത്തികമായിട്ടുള്ള ബേസ് ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ പൈസയുടെ ഈ കുറവ് കൊണ്ട് പലപ്പോഴും നമ്മുടെ വാക്കുകൾക്ക് പ്രാധാന്യം കിട്ടാണ്ട് പോയിട്ടില്ലേ പലരുടെയും മുന്നിൽ. ഒരു പക്ഷേ നമ്മുടെ പലപ്പോഴും പല ആളുകളും ഗവനിക്കാതെ പോയിട്ടില്ലേ. യെസ്, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ഫിനാൻഷ്യൽ അൺസ്റ്റെബിലിറ്റി. അതിന്റെ ഇൻസ്റ്റെബിലിറ്റി ഉള്ളത് കൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം ചിന്തിക്കാനായിട്ട് സാധിക്കും. നമുക്ക് അതെല്ലാം ഉണ്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു ജോലി സമ്പാദിക്കും. ആ ജോലി സമ്പാദിക്കാണ്ട് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു ഇന്റർവ്യൂ ഉണ്ടാവും. ആ ഇന്റർവ്യൂവിൽ നമ്മൾ ചെല്ലുന്നു, നമ്മൾ പങ്കെടുക്കുന്നു, വിജയിക്കുന്നു. അവർ എല്ലാ ഇന്റർവ്യൂവിലും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പോ അവിടെ കയറി വരുന്നത് സ്വപ്നയാണ്. സ്വപ്ന അവിടെ ഇരിക്കുന്നു, സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്നു, പരിശോധിക്കുന്നു. ഓ, യുവർ നെയിം ഈസ് സ്വപ്ന. സ്വപ്ന പറയും, യെസ്, മൈ നെയിം ഈസ് സ്വപ്ന. സ്വപ്ന, യു ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർ സെൽഫ്. സ്വപ്ന, സ്വപ്നയെ ഒന്ന് പരിചയപ്പെടുത്തും എന്ന് പറയും. ഞാൻ ഈ സ്വപ്നയോട് തന്നെ പറയും, സ്വപ്നയെ ഒന്ന് പരിചയപ്പെടുത്തും. ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിലാണ് സ്വപ്ന ഇരിക്കുന്നതെന്ന് വിചാരിക്കേണ്ടത്. പറയൂ സ്വപ്ന. ഞാൻ വരാം, ഒരു മിനിറ്റ്. യെസ് സ്വപ്ന, യു ഇൻട്രൊഡ്യൂസ്. ഗുഡ് മോർണിംഗ് സാർ. ആദ്യം ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, ഗുഡ് മോർണിംഗ് എന്നുള്ളത്. ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ ഇരിക്കണപ്പോ അവിടെ എങ്ങനെ പറയുന്നു അതുപോലെ പറഞ്ഞു. ഞങ്ങൾ കേട്ടു, ഞങ്ങളൊക്കെയാണ് ഇന്റർവ്യൂ ബോർഡ് മെമ്പേഴ്സ്. ഓക്കെ, പറഞ്ഞു. Sir, I am coming from Kottayam. My name is Swapna. I am coming from Kottayam. I studied +2 and now I am doing degree. 2 years before my marriage, I was teaching in the school. That's all. So, yes. Okay, സ്വപ്ന, വെരി ഗുഡ്. അപ്പൊ ഞാൻ ഇതിന്റെ അന്ന് ഒരാളെ കൂടി വിളിക്കുകയാണ്. ഫസീല. യെസ്, ഞാൻ വരാട്ട സെറ്റ് ചെയ്താൽ ഗെറ്റ് റെഡി. യെസ്, റസീല വന്നിട്ടുണ്ട്. റസീല, ആർ യു റെഡി? Yes, sir. ഓക്കെ. ഇപ്പൊ നമ്മൾ സ്വപ്ന പറഞ്ഞ ആ സെൽഫ് ഇൻട്രൊഡക്ഷൻ കേട്ടില്ലേ? കേട്ടു. അതിന്റെ അകത്ത് സ്വപ്നം വിട്ടുപോയി എന്ന് തോന്നിയ പോയിന്റ് ഏത്? അല്ലെങ്കിൽ ഇന്നത് കൂടി ആഡ് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയ പോയിന്റ്? റസീലയായിരുന്നെങ്കിൽ എന്നും കൂടി ചേർക്കുമായിരുന്നു. സ്വപ്ന പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പറയും, പിന്നെ എന്തെങ്കിലും ചേർക്കുമായിരുന്നു. വയസ്സ് കൂടി പറഞ്ഞു അല്ലേ? ഓക്കെ, ഒരു പോയിന്റ് കിട്ടി. വയസ്സ് കൂടി ആഡ് ചെയ്യുമായിരുന്നു, കൂടി പറയുമായിരുന്നു. ഓക്കെ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ടീച്ചർ അവർക്ക് വിളിച്ചിരിക്കുന്നത്. യെസ്, ഓക്കെ, പിന്നെ എന്ത് ചേർക്കുമായിരുന്നു? അംബീഷൻ ചേർക്കുന്നുണ്ട് അല്ലേ? അപ്പൊ റസീല പറയുന്നു എന്റെ ആഗ്രഹം, അംബീഷൻ, അതുകൂടി ഞാൻ ഉൾപ്പെടുത്തുമായിരുന്നു. ഓക്കെ, പിന്നെ യെസ്, നമ്മുടെ സ്കൂളിൽ എപ്പോഴും ഒബ്സർവർ ആയിരിക്കും. നല്ലൊരു നിരീക്ഷണ പാഠം നമുക്ക് ഇല്ലാതെ. കാരണം ഇപ്പൊ ടീച്ചർ ഒരു കുട്ടിയെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന ഇന്നതാണ്, ഇന്ന അവസ്ഥയാണ് നമുക്ക് അറിയാൻ പറ്റുന്നതാണ് നമ്മുടെ ടീച്ചറിന്റെ വാല്യൂ ഇരിക്കും. നിങ്ങള് കുറച്ച് നാൾ മുമ്പ് ആയ സംഭവമാണ്. ഒരു ചെറിയ സ്കൂള്, ആ സ്കൂളിലെ കുട്ടികളോട് ടീച്ചർ ഒരു ടാർഗറ്റ് കൊടുത്തു, ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു നാളെ വരുമ്പോൾ കളർ ചെയ്ത് കൊണ്ടുവന്നു പറഞ്ഞു. യെസ്, അപ്പൊ എന്ത് ചെയ്തു? പിറ്റേ ദിവസം വന്നപ്പോ 50 പേരുള്ള ക്ലാസ്സാണ്. പിള്ളേരത് കളർ ചെയ്ത് കൊണ്ടുവന്നു. 49 പേര് നല്ല ഭംഗിയായിട്ട് കളർ ചെയ്ത് നല്ല ആ ബൗണ്ടറി ലൈനിലൊക്കെ മുട്ടിക്കാതെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. ഒരു കുട്ടി മാത്രം വന്നപ്പോ തോന്നിയ പോലെയൊക്കെ വരച്ചേക്കണേ. അങ്ങനെ കളർ കോമ്പിനേഷൻ കറക്റ്റ്, ഒന്നും കറക്റ്റ് അല്ല. ടീച്ചർക്ക് 49 പേർക്കും ഫുഡ് ഇട്ട് കൊടുത്തു.
ഈ ഒരു കുട്ടീനെ കണ്ടുകഴിഞ്ഞപ്പോൾ ടീച്ചർക്ക് ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല. നീ കൃത്യമായിട്ട് ചെയ്യാത്ത അവിടെ കുറെ ചീത്ത പറഞ്ഞു. ചീത്ത പറഞ്ഞത് മാത്രമല്ല, എല്ലാവരും മുന്നിൽ ജീവൻ വരച്ചേക്കണം പൊക്കി കാണിച്ചിട്ട് ടീച്ചർ എന്ത് പറഞ്ഞു, ഇത് കണ്ട ഒരുത്ത വരച്ചോണ്ട് നേക്കണുണ്ടാന്ന് പറഞ്ഞു. എന്നിട്ടും ടീച്ചറിന്റെ ദേഷ്യം തീർന്നില്ല. ടീച്ചർ എന്ത് ചെയ്തു, ആ പയ്യന്റെ ആ പേപ്പറുമായിട്ട് നേരെ HM-നെ വിളിച്ചത്. എന്നിട്ട് അത് HM-നോട് പറഞ്ഞു, ഇത് കണ്ട 49 മര്യാദക്ക് ചെയ്തു, ഇത് നോക്കി ഞാൻ ഒരു സംഗതി വരയ്ക്കാൻ കൊടുത്ത് കളർ ചെയ്യാൻ കൊടുത്തിട്ട് കൊണ്ടുവന്നേക്കണുണ്ടത്. ഇത് കണ്ടപ്പോ HM-നും ഭയങ്കര ദേഷ്യം. HM ആ വിഷയം ചെയ്തു അസംബ്ലി പറഞ്ഞു. യെസ്, പക്ഷേ ഇതിന്റെ പിന്നിൽ ഒരു കഥയുണ്ടായി. ഈ 49 കുട്ടികൾക്കും വരച്ചു കൊടുത്തത് അവരുടെ മാതാപിതാക്കന്മാരാണ്. ഈ ഒരു കൊച്ചാണ് സ്വന്തമായിട്ട് ചെയ്തത്. അത് കണ്ടെത്തുന്നിടത്താണ് ഒരു ടീച്ചറിന്റെ കഴിവിരിക്കുന്നത്. സർട്ടിഫിക്കറ്റ് കിട്ടി ടീച്ചറായാൽ പോരാ, പക്ഷെ എന്താവണം, ടീച്ചറാവും. ആ ടീച്ചർ എന്ന് പറഞ്ഞ വാക്കിന് വെയിറ്റിംഗ് വളരെയധികം വിലയുള്ളതാണ്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കുട്ടികളുടെ മനസ്സിൽ നമ്മൾ ജീവിക്കും എന്ന് പറഞ്ഞില്ലേ. യെസ്, അപ്പോ അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഒബ്സർവറാണ്. വേറൊരാൾ പറയുമ്പോഴും നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യണം. ഇന്നത്തെ ഈ കാലഘട്ടത്ത് നമ്മളൊരു ലിസണർ അല്ല, നമുക്ക് സമയമില്ല ലിസണർ. ടു ബി എ ഗുഡ് ലിസണർ നമ്മൾ എന്താവണം, നല്ലൊരു പ്രേക്ഷകനായിട്ട് പറയുന്നത് കേൾക്കാനായിട്ടുള്ള മനസ്സ്, പറയാനല്ല മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കാനായിട്ടുള്ളൊരു മനസ്സ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ നമുക്ക് കഴിയും. അവിടെ നമുക്ക് ജീവിതത്തിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ പല ആളുകളെ നമ്മൾ കാണുമ്പോൾ നമ്മളിലുള്ള വർഷങ്ങൾക്ക് മുമ്പ് പലരെയും നമുക്ക് കാണാം. യെസ്, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശരിയെന്ന് വിശ്വസിച്ച കാര്യങ്ങൾ അതായിരുന്നില്ല ശരിയെന്ന് പിന്നീട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ജീവിതത്തിൽ ഉണ്ടാവും ഇല്ലേ? അതായിരുന്നു ശരി. യെസ്, പിന്നെ നിങ്ങൾ തെറ്റാണെന്ന് നിങ്ങൾ ധരിച്ച ഒരുപാട് കാര്യങ്ങൾ അതായിരുന്നു ശരിയെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലേ? അതും പെട്ടെന്നുണ്ടാവും. യെസ്, അപ്പോ ഇങ്ങനെയുള്ള ഒരുപാട് ശരികളിലൂടെയും തെറ്റുകളിലൂടെയൊക്കെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഒരു കാര്യം മാത്രം ചെയ്യാം, ഒരു കാര്യം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കും. അതാണ് ചെയ്യേണ്ടത്. അതുവരെ നമ്മളത് തെറ്റ് ചെയ്തു, അത് കുഴപ്പമില്ല, നമുക്ക് അറിവില്ലാത്തതുകൊണ്ട് പറ്റില്ല. പിന്നീട് അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക, അതാണ് ഏറ്റവും വലിയ ശരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ സ്വപ്നയുടെ നമുക്ക് ഇതിനകത്ത് കുറ്റം പറയാൻ പറ്റില്ല. സ്വപ്ന ഒരു ചിന്തിക്കാൻ പോലും സ്വപ്നക്ക് സമയം കിട്ടുന്നേക്കാൾ മുമ്പാണ് ഇടുത്തി പോലെ സ്വപ്നയിലേക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ സംഗതി വന്നിട്ടുണ്ട്. എന്നാലും സ്വപ്നം പിടിച്ചു നിന്നു. ഇതിന് ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായത്, ഒരു മുൻപരിചയവുമില്ലാതെ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ഇങ്ങനെ സ്വപ്നക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ സ്വപ്നക്ക് അറിയാം നാളെ ഇന്റർവ്യൂ ആണ്, അപ്പൊ അതിന് ഒരാഴ്ച മുമ്പ് എന്ത് ചെയ്യും, വെൽ പ്രിപ്പയർഡ് അല്ലേ? അവിടെ തകർക്കും. അത് തകർക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കഴിവ് ഉണ്ട് എന്ന് അതെനിക്ക് ബോധ്യപ്പെട്ടാവും. ചില കുട്ടികളൊന്നും പറയാല്ലേ, ഇവര് പറ്റും പക്ഷെ ഇവർ ചെയ്യൂല. യെസ്, അപ്പൊ അവന്റെ ഉള്ളിൽ ആ ടാലന്റ് ഉണ്ട് അല്ലെ എന്ന് പറഞ്ഞ പോലെ സ്വപ്നയുടെ ഉള്ളിൽ എന്തുണ്ട്, ആ സംഗതി സമയവും സന്ദർഭമൊക്കെ റെഡിയാക്കി ഒരു മെറ്റീരിയൽസ് ഒക്കെ കൊടുത്താൽ അതുപോലെ സംഗതി കയറി പോകുന്നോളും എന്ന് പറയുന്ന ടാലന്റ് ഉണ്ട്. ഞാൻ നിങ്ങളിൽ നോക്കുന്നത് അതാണ്. നിങ്ങൾ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല, നിങ്ങൾ പറയുമ്പോൾ വരികൾക്കിടയിലൂടെയാണ് ഞാൻ പോകുന്നത്. നിങ്ങൾ പറയുന്നതിന് പിന്നീട് ശരിയെന്നതിനെ കുറിച്ച് ഞാൻ പരിഗണിക്കുന്നില്ല. നിങ്ങൾ തെറ്റ് പറഞ്ഞാലും ഞാൻ വേണ്ടിക്കൊണ്ട് പറയും. അത് അതിന്റെ എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ ഫ്ലോയിൽ നിങ്ങൾ പറയണത് നിങ്ങൾ പറഞ്ഞോട്ടെ എന്നുള്ള ഒരു ധൈര്യത്തിലാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത്. യെസ്, അപ്പോ ഈ ഒരു ചോദ്യം ഞാനിപ്പോ സ്വപ്നോട് ചോദിച്ചൊരു ചോദ്യമില്ലേ, ഇത് എല്ലാ ഇന്റർവ്യൂ ബോർഡിൽ ചെല്ലുമ്പോഴും അവർ ചോദിക്കുന്ന ഒരു ചോദ്യം. പ്ലീസ് ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർസെൽഫ്. നിങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ പറയും. ആ പരിചയപ്പെടുത്തുന്നത് കാണുമ്പോ കേൾക്കുമ്പോ ആ ഉടമസ്ഥൻ ഓണർ ചിന്തിക്കും ഇവരെ വേണോ വേണ്ടത്. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാതിരിക്കാൻ പറ്റില്ല, പഠിക്കേണ്ടി വരും. യെസ്, ഇനി അവർക്ക് എന്താ തോന്നുന്നത്, സംഗതി കാര്യശരി ഇന്റർവ്യൂ പോലും വന്നു കഴിഞ്ഞപ്പോ ടെൻഷൻ കൊണ്ടൊക്കെ ഇത് വിട്ടുപോട്ടെങ്കിലും പറയാൻ പറ്റും ആ കുട്ടിക്ക്, ആ ടീച്ചർ കുഴപ്പമില്ല ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ എന്നെങ്കിലും അവർക്ക് നമ്മളെ കുറിച്ച് തോന്നല് വേണ്ടേ. യെസ്, അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ പറയുന്നത് തെറ്റായിക്കോട്ടെ, ഇംഗ്ലീഷ് തന്നെ പറയാൻ നോക്കുക. ഓക്കെ ഓക്കെ സ്വപ്ന, ഓക്കെ റസീല, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ സരിത, യു കണ്ടിന്യൂ. First, I meet the best friend.
first I met my best friend. Okay, very good. Okay. Next, we are going to a beach. Then we went to a beach. Then After that, we are eating food. After that, we went into a restaurant and ate food. Then okay. But then I went to a restaurant. We went into a restaurant and ate food. Okay. After that, we are sitting beach side. We sat near a beach side. Okay. Finally, we are very happy. Finally, പറയാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി അല്ലേ റസീല? വേറെ എന്തോന്ന് പറയാൻ ഉദ്ദേശിച്ചത്? ആ പറയാൻ ഉദ്ദേശിച്ചത് പറഞ്ഞ് ഫൈനലി അത് പറഞ്ഞോ, അതാണ് കറക്റ്റ്. ഫൈനലി വി ആർ വെരി ഹാപ്പി എന്നല്ലോ പറയാൻ ഉദ്ദേശിച്ചത്. വേറെ എന്തോ അല്ലേ? കുറെ സംസാരിച്ചുണ്ട് പക്ഷെ കിട്ടുന്നില്ല. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ശരി. ഓക്കെ, സരിത, ഐ അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ സരിത ഒരു വെറൈറ്റി പിടിച്ചില്ലേ, വ്യത്യസ്തത പിടിച്ചില്ലേ, ആരും പോകാത്ത വഴിയിലൂടെ പോയില്ലേ. യെസ്, ഓക്കെ. യെസ്, പറഞ്ഞോളൂ. ആരാണ്? Namshina. Namshina, where are you from? Irikur, Kannur. Oh, okay. Kannur. Yes, Kannur. Yes, continue. First I drinking to tea. Yes. Next time I am watching the TV in the TV. Yes. Then I am go to market. Yes. After coming in the house. Yes. I am eating food. Okay. Very good. Finally, I am eating food. Finally, I am eating food. Okay, very good, Namshina. Very good. Okay. സർ ഞാനിവിടെ പറഞ്ഞോട്ടെ. Yes, പറഞ്ഞോളൂ. ആരാണ്? ജിസ്ബിൻ. ജിസ്ബിൻ. Okay. ജിസ്ബിൻ പറഞ്ഞോളൂ, ജിസ്ബിൻ. First I went to the school. Yes. Next I entered into the class. Yes. Then I sat at the middle bench. Yes. After that I talked to my classmate who was sitting near me. Yes. Finally the teacher came to the class. Very good. Okay. നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോയ അല്ലെങ്കിൽ ആദ്യമായിട്ട് ക്ലാസ്സിൽ പോയ ഒരു ഓർമ്മ ഉണ്ടാവില്ല. കറക്റ്റ്. ജിസ്ബിൻ, അപ്രീഷിയേറ്റ് യു വെരി മച്ച്. ഓക്കെ. Thank you, sir. ഓക്കെ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നിങ്ങൾ ഏറ്റവും ആദ്യമായിട്ട് ഒരു സംഗതി ചെയ്ത് ആദ്യമായിട്ട് ക്ലാസ്സിൽ പോയത് ആ ദിവസം ഓർമ്മയില്ലേ? നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ആദ്യമായിട്ട് കോളേജിലേക്ക് പോയത് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം കോളേജിലേക്ക് പോകുമ്പോൾ ഗേറ്റ് തുടങ്ങിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. ജസ്റ്റ് ഐ ക്ലോസ് ദ ഗേറ്റ്. അവിടെ നോക്കിയാൽ വിളിക്കാം. ഇവിടെ എപ്പോഴും വെറൈറ്റി നോക്കിക്കും. യെസ്. അപ്പൊ ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ ആഫ്റ്റർ ദാറ്റ്, ഫൈനലി. നിങ്ങൾ വീട്ടില് അടുക്കളയിൽ നിൽക്കുമ്പോൾ എപ്പോഴൊക്കെ വെറുതെ ചിന്തിച്ചിട്ട് പറ്റിയ സംഗതി കണ്ടുപിടിക്കുക. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്റെ അടുത്ത ക്ലാസ് വരെ ഒരു ആലോചിക്കാനുള്ള സമയം ഉണ്ടെങ്കിൽ എന്താ ചെയ്തു? പറഞ്ഞോളൂ ചെയ്തു. ഇപ്പൊ കയ്യിലടിക്കുകയാണെങ്കിൽ അത് അടുത്ത ആഴ്ചത്തേക്ക് മോശമായി പോകും. പറഞ്ഞോളൂ ചെയ്തു. First got up 6 o'clock. Yes. Next wash my face and teething brush. Yes. Then going to walking. Yes. After then coming my home. Yes. Finally rest my room and drinking a water. Yes. Very good. Okay, Sedu, where are you from, Sedu? Alappuzha. ആലപ്പുഴ. ആലപ്പുഴക്കാരി ഇനിയുണ്ട്. ജിസ്ബിൻ ആലപ്പുഴയിൽ അടുത്താണ് കേട്ടോ. യെസ്, വെരി ഗുഡ്. ഞാനും കൂടി പറയുന്നത്. യെസ്, ഐഷയാണോ പറയാൻ കൂടെ? ഐഷ. My name is Rosina. Aisha, where are you from? Rosina. I'm coming from Trivandrum. അല്ലേ? പറഞ്ഞോളൂ ഐഷ, കണ്ടിന്യൂ. First I take one piece of cloth. Yes. Next I mark measurement, then cut the cloths. After that I start sewing cloths. Finally my kurti is ready. Yes, very good. Okay, Aisha, very good. Yes, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ
മുഖം ഒന്ന് മേക്കപ്പ് ചെയ്യൂലേ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഫസ്റ്റ് എയ്ഡ് ടു മേക്കപ്പ് ബോക്സ്, പിന്നെ ബാക്കി നിങ്ങൾക്ക് പറയാം. യെസ്, നല്ല രസകരമായിട്ട് ആലോചിച്ചു. അല്ലെങ്കിൽ വൈകുന്നേരം നിങ്ങൾ കിടന്നുറങ്ങാൻ തൊട്ട് ഫൈനലി ഐ വെന്റ് ടു ബെഡ്. ആ ഒരു അവസാനിക്കുന്ന സൈസ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. യെസ്, അപ്പോ അടുത്ത ആരാണ് പറഞ്ഞത്? ഓക്കെ ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. പേരെന്താണ്? Sir, പേര് പറയൂ. Sir, Anisha from Palakkad. അനീഷ ഫ്രം പാലക്കാട്. ഇതിനകത്ത് വേറൊരു ഇത് സ്മാർട്ട് ബ്രെയിൻ ആണ്. Yes, sir, Smart Brain Abacus Academy. Nana, that's my own institute. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എന്ത് അക്കാഡമിയാണ് ഉദ്ദേശിച്ചതുകൊണ്ട്? Sir, ഇതൊരു Abacus Institute ആണ്. ഓ യെസ് യെസ്, ഓക്കെ. അപ്പൊ യു ആർ എ മാത്തമാറ്റീഷ്യൻ? Yes, sir. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ചുമ്മാ ജസ്റ്റ് ഫോർ ഫൺ. Yeah, sure, sir. നമ്മള് ഏതെടുത്ത് കഴിഞ്ഞാലും അതിനെല്ലാം നോബൽ പ്രൈസ്, നോബൽ പ്രൈസ് ഫോർ പീസ്, നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ, നോബൽ പ്രൈസ് ഫോർ ഇക്കണോമിക്സ് എല്ലാം ഉണ്ട്. പക്ഷെ ഈ മാത്തമാറ്റിക്സിന് മാത്രം നോബൽ പ്രൈസ് ഇല്ല. എന്താണ് കാരണം എന്ന് പറയാം? എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്നോ? സർ, എല്ലാത്തിന്റെയും ബേസിക് മാത്സ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളിപ്പോ നോബൽ പ്രൈസ് ഫോർ സയൻസ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിലും സയൻസ് ഓൾസോ ഇൻക്ലൂഡ്സ് മാത്സ്. മാത്സ് ഈസ് എ ബേസിക് തിങ് ഫോർ എവറിഥിങ്. ഐ തിങ്ക് സോ. നമ്മൾ എന്ത് എക്സ്പെരിമെന്റ്സ് ചെയ്യുകയാണെങ്കിലും എന്ത് ഡിസ്കവർ ചെയ്യുകയാണെങ്കിലും അവിടെ എല്ലാം മാത്സിന്റേതായ ഒരു സിഗ്നേച്ചർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വേറെ അഡീഷണൽ മാത്സ് വേണമെന്നില്ല എന്ന് ചിന്തിക്കുന്നു അല്ലേ? ഓരോരോ അവാർഡ്സ് വാങ്ങുന്ന, നോബൽ പ്രൈസ് വാങ്ങുന്ന ഓരോരുത്തരും മാത്സിൽ നേരത്തെ നമുക്ക് വേണ്ടി പല കാര്യങ്ങളും കണ്ടുപിടിച്ച് ഓരോരുത്തരെയും റെസ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർ, അനിഷ. അനിഷ അല്ലേ? Yes, sir. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി. അനിഷ, ഒരു യു ആർ ഫ്രം പാലക്കാട്. പാലക്കാട്. ഓ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഈ ആൽഫ്രഡ് നോബലിന് കിട്ടിയിരിക്കുന്ന ആ അനുസ്ഫോടന കണ്ടുപിടിച്ചതിന് കിട്ടിയിരിക്കുന്ന തുകയാണ് ബാങ്ക് ഓഫ് സ്വീഡനിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ആ ബാങ്ക് ഓഫ് സ്വീഡനിൽ നിക്ഷേപിച്ചിരിക്കുന്നതിന്റെ പൈസ എടുത്തിട്ടാണ് നമ്മൾ നോബൽ പ്രൈസ് കൊടുക്കുന്നത്. ഈ നോബൽ പ്രൈസിന്റെ കൂട്ടത്തില് ബാങ്ക് ഓഫ് സ്വീഡൻ തന്നെ വേറെ കുറെ ഇതിന് പ്രൈസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നോബൽ പ്രൈസ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ അത് ആൽഫ്രഡ് നോബലിന്റെ ഇൻട്രസ്റ്റ് അല്ല, മറിച്ച് ബാങ്ക് ഓഫ് സ്വീഡന്റെ. ഈ ആൽഫ്രഡ് നോബൽ ഇത് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആൽഫ്രഡ് നോബലിന്റെ വൈഫ് ഒരു മാത്തമാറ്റീഷ്യനെ കൂടെ ഒളിച്ചോടി പോയതാണ് പറഞ്ഞത്. അപ്പൊ ആൽഫ്രഡ് നോബലിന്റെ വിൽപ്പത്തത്തിൽ അതുള്ളത് ഇന്ത്യനെ കൊടുക്കും, മാത്സിന് മാത്രം കൊടുക്കേണ്ടത്. ഇതിന്റെ അകത്ത് എന്തോ സത്യമുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. പല സ്ഥലത്തുകളും കേട്ടിട്ടുണ്ട്. അപ്പൊ ആ കഥ രസകരമായിട്ടുള്ള അറിയാമോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ വെറുതെ ചോദിച്ചാണ്. എല്ലാത്തിനും മാത്തമാറ്റിക്സ് ആയിട്ട്, ഈവൻ ഇക്കണോമിക്സ് പഠിച്ചാലും അപ്ലൈഡ് മാത്തമാറ്റിക്സും കൂടെ വേറെ വരും, ഫിസിക്സ് പഠിച്ചാലും അതിൻ്റെ അകത്ത് മാത്തമാറ്റിക്സ് കയറി വരും അല്ലേ? നമ്മുടെ ഒരു സിനിമയില് തിലകം പറയുന്ന പോലെ മാത്സ് ആണ് ഭൂഗോളത്തിന്റെ സ്പന്ദനം. Okay, Anisha, you continue. Okay, thank you, sir. First of all, I would like to appreciate myself for joining this course. Next, I would like to congratulate you, all of you. Then one more thing, we all should be proud of ourselves. After this course, we all will be the best teacher. Finally, we are here, so close to our dream. Yes, you are very close to it. Very good, very good, very good. Very good. പറയാത്ത കാര്യമാണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പറയാമായിരുന്നു. ഞാൻ ഈ കോഴ്സിലേക്ക് വന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം. ചിലപ്പോൾ ഒരു മെസ്സേജ് വന്നതായിരിക്കാം. Then I consulted with the Smart Sage Consultancy. അങ്ങനെ നിങ്ങൾക്ക് പറയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു. സമയമായതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്. അപ്പൊ ആഴ്ചയിൽ 2 ദിവസം വെച്ച് നമുക്ക് കാണാം. സജീവമായിട്ട് നിൽക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ട് നിൽക്കുക. Let us do our level best. So everybody, wish you all the best. We will meet in the next thing. Okay. Thanks, sir. Thank you, sir. Thank you, sir. Okay. Thank you, sir. Okay. Thank you, sir. Okay. Thank you, sir. Okay.